അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ നിത്യജീവൻ ലക്ഷ്യമാക്കി ഓടും. നിത്യജീവൻ ലക്ഷ്യമാക്കുന്നിടത്ത് ക്രിസ്തു അനുഭവമുണ്ട്. നിത്യജീവൻ ലക്ഷ്യമാക്കി ഓടുന്നിടത്ത് ക്രിസ്തു അനുഭവമുണ്ട്. നിത്യജീവൻ മാത്രമേ നിങ്ങൾ ലക്ഷ്യം വയ്ക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കപ്പെടും. ശ്വാസം നിലച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തീർന്നു. മക്കളും തീർന്നു, ഭാര്യയും തീർന്നു, ഭർത്താവും തീർന്നു, എല്ലാം തീർന്നു. ശ്വാസം നിലച്ചാൽ തീരും. ശ്വാസം വരെയേ ഉള്ളൂ, ശ്വാസം വരെയേ ഉള്ളൂ. ഞാൻ 2 ദിവസം മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഒരു ധ്യാനം കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായ ഒരു ശുശ്രൂഷയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ നല്ലൊരു സാന്നിധ്യമായിരുന്നു ആ ശുശ്രൂഷയിൽ. അപ്പോൾ ധ്യാനം കഴിഞ്ഞ് ഞാനിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ എൻ്റെ മരണസമയത്ത് നീ എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്, അമ്മേ ഞാൻ മരിക്കുമ്പോൾ നീ എന്നെ കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ നീ എന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവോ? കാരണം ഞാൻ നിൻ്റെ പുത്രന് വേണ്ടിയിട്ട് ഓടിയിട്ട് വേറൊന്നും എനിക്ക് വേണ്ട, ഇതെനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മാതാവിനോട് ചോദിക്കും. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ എപ്പോഴും ഈശോ പറയും. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണെന്നറിയാം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. മറ്റുള്ളവർ നമ്മളെ പാപം ചുമത്തും, പക്ഷെ നമ്മൾ ദൈവത്തെ ബോധിപ്പിച്ചാൽ മതിയല്ലോ. അവിടെ ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ ആശ്രയിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും എപ്പോഴും നിങ്ങളുടെ മരണത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണേ. എല്ലാ ദിവസവും നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിലേറ്റവും നല്ല കാര്യമാണ് നമ്മുടെ മരണമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് എത്തുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ദിവസമാണത്. അതിലും വലിയൊരു നല്ലൊരു വാർത്തയോ ന്യൂസോ മറ്റുള്ള ആർക്കും കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അത് പ്രായമെത്തി മരിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക് നമ്മുടെ ആത്മാവ് ആഗ്രഹിച്ചാലേ അത് എത്തത്തുള്ളൂ. ആത്മാവ് ആഗ്രഹിക്കണം. എൻ്റെ രക്ഷകനിൽ ഞാൻ ഒന്നായി ചേരുമെന്ന് എൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തൊന്നും നോക്കരുത് കേട്ടോ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. ആരുടെയും പുറകെ ആരെയും കണ്ടിട്ട് നിങ്ങൾ ജീവിക്കരുത്. ഒരാളെയും കണ്ടിട്ട് നിങ്ങൾ ജീവിക്കല്ലേ. ഒരു ശുശ്രൂഷകനെയും ഒരു ധ്യാനകേന്ദ്രത്തെയും കണ്ടിട്ട് നിങ്ങൾ ജീവിക്കരുത്. വീണ്ടും വീണ്ടും പറയാണ്, ഞങ്ങൾ ആരെയും കണ്ടിട്ട് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം പരമമായിട്ടുള്ളതായിരിക്കണം. അത് കർത്താവായ ഈശോ മിശിഹായായിരിക്കണം, ഏക സത്യ ദൈവമായിരിക്കണം. മറ്റാരെയും നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ ഉൾപ്പെടെ ഒരാളെയും നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഞങ്ങളൊക്കെ മാറും തരം കിട്ടിയാൽ. ഞങ്ങളിത് വിട്ട് അടുത്ത ശുശ്രൂഷ ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നവരല്ല, പല സ്ഥലത്തേക്ക് ഓടുന്നവരാ. ഞങ്ങളെ കണ്ടുകൊണ്ട് ഒന്നും നിങ്ങൾ ലക്ഷ്യം വയ്ക്കരുത്. കർത്താവായ ഈശോ മിശിഹ മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. മറ്റൊന്നും ഉണ്ടാവരുത്. ത്രിയേക ദൈവത്തെ മാത്രമേ ലക്ഷ്യം വയ്ക്കാൻ പാടുള്ളൂ. ഒരു ശുശ്രൂഷകരുടെയും പുറകെ അവരുടെ അഭിഷേകം കണ്ടിട്ട് ഓടരുത്. ദൈവത്തെ ഓർത്ത് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ അഭിഷേകം സ്വർഗം അവർക്ക് കൊടുത്തത് അവിടെ ചെന്ന ആൾക്കാർ അനുഗ്രഹം പ്രാപിച്ചോ, അവരെ കണ്ട് അനുഗ്രഹം പ്രാപിച്ചോ, അവരിൽ നിന്ന് കൈവപ്പ് വാങ്ങി അനുഗ്രഹം പ്രാപിച്ചൊക്കെ സൗഖ്യവും വിടുതലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പ്രിയമുള്ളവരെ, ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ കുടുംബത്തിൽ ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ ഇവിടെ നിന്ന് എന്തുകൊണ്ടുപോയാലും നിലനിൽക്കില്ലെന്നേ. നിങ്ങൾ ആ അന്തരീക്ഷം നിങ്ങളുടെ കുടുംബത്തിൽ സംജാതമാക്കണം. അതിനുവേണ്ടി അധ്വാനിക്കും. നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിച്ചാൽ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഒരു കുടുംബത്തിൽ നിന്ന് വിളിക്കപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം മതി. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ 5 എണ്ണം ഉണ്ടെങ്കിൽ 5 പേരും ദൈവത്തെ സ്തുതിക്കുകയൊന്നുമില്ല, ഒരെണ്ണമൊക്കെ സ്തുതിക്കുകയുള്ളൂ. പക്ഷെ ആ ഒരെണ്ണം മതി ആ കുടുംബത്തിൽ 5 എണ്ണത്തിനെ നേരെയാക്കാൻ. ആ ഒരെണ്ണത്തെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരെണ്ണം മതി പ്രിയപ്പെട്ടവരെ. അതുവഴി ആ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അറിയാം. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ മറ്റു പല ശുശ്രൂഷാ മേഖലകൾ ഈശോ കാണിച്ചു തരും. പുതിയ പുതിയ സ്ഥലങ്ങളെ ഈശോ പറയും, ഈ രാജ്യത്തെ നീ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഈ സ്ഥലത്തെ നീ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ആ സ്ഥലത്തെ ബന്ധിച്ച് ആ സ്ഥലത്തിൻ്റെ കെട്ടുകൾ അഴിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് പോകാനുള്ള അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ പറയും. പിന്നെ ഒരു ഒരുക്കം തുടങ്ങുക. അപ്പോൾ ഈശോ ഇങ്ങനെ ഒരുക്കാൻ തുടങ്ങുമ്പോൾ ആ സ്ഥലത്തെ അഭിഷേകം ചെയ്ത് ആ സ്ഥലത്തെ അനുഗ്രഹിച്ച് ആ സ്ഥലത്തുള്ള തിന്മകളെ ബന്ധിച്ച് ആ സ്ഥലത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് അവിടെ ജീവിച്ച വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അങ്ങോട്ടുള്ളൊരു ടിക്കറ്റ് ഓക്കെ ആക്കിയിട്ടായിരിക്കും പിന്നത്തെ കോള് വരുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ പേരാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരിടത്ത് തന്നെ ഒരു വ്യക്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശുശ്രൂഷയല്ല, അത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മൾ അയക്കപ്പെടുന്ന തലമാണ്. അതുകൊണ്ട് ശുശ്രൂഷകൻ്റെ സംബന്ധിച്ച്
അയക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരിടത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് അയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരാണ് ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കർത്താവ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, യേശുവിനെ അറിയാത്ത ജനസമൂഹങ്ങളിലേക്ക് കർത്താവിനെ എത്തിക്കാനാണ്. നിങ്ങൾ യേശുവിനെ അറിഞ്ഞവരാ, കാരണം നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ലേ. ഈശോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കേട്ടതും പാരമ്പര്യമായിട്ട് കിട്ടിയ മുതലും ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ ആത്മാവിനുണ്ടായിരിക്കെ നിങ്ങൾ അതിനെ വളർത്താൻ ശ്രമിച്ച് നിങ്ങളുടെ കുടുംബത്തെ ധ്യാന കേന്ദ്രമാക്കാൻ ശ്രമിച്ചാൽ അവിടെ സൗഖ്യവും വിടുതലും ദൈവവിളിയും എല്ലാം കുടുംബത്തിൽ നിന്ന് കർത്താവിന് രൂപപ്പെടുത്താൻ സാധിക്കും. ഹാലലുയ്യ, ഹാലലുയ്യ, അഭിഷേകത്തോടെ ഹാലലുയ്യ. അതുകൊണ്ട് മറ്റൊന്നും നമ്മൾ ലക്ഷ്യം വെക്കരുത്. ആ ലക്ഷ്യം വെച്ച പത്രോസിനോടാണ് ഈശോ പറഞ്ഞത്, സാത്താനെ നീ ദൂരപ്പോ. കാരണം പത്രോസ് ലക്ഷ്യം വെച്ചത് എന്താ? കീ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയെല്ലാം പത്രോസ് വിട്ടു. ഈശോ എങ്ങാനും പീഡാസഹനത്തിന് ഏൽപ്പിക്കപ്പെട്ടാൽ ഓഫർ ചെയ്യപ്പെട്ട കീ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ചിന്തയാണ് വിശുദ്ധ പത്രോസിന് ആദ്യം വന്നത്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഈശോ പറയുന്നത്, ഒന്നാമത്തെ പ്രവചനം, ഞാനിങ്ങനെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, അവരെന്നെ പീഡിപ്പിക്കും, അവരെന്നെ തിരസ്കരിക്കും, അവരെന്നെ നിന്ദിക്കും, അവരെന്നെ വധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ സഹനങ്ങളെക്കുറിച്ച് പറയാൻ പോയപ്പോൾ കിട്ടിയ കീ പോകുന്ന ലക്ഷണമാണെന്ന് തോന്നിയ പത്രോസ് പറയുകയാണ്, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ കർത്താവിൻ്റെ കീ നിങ്ങളുടെ കയ്യിലുണ്ട്. കർത്താവ് തന്നൊരു കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കീയുടെ പേര് പ്രാർത്ഥനയാണ്. നിങ്ങളുടെ എത്ര സഹനം വന്നാലും ഏതെല്ലാം പ്രതികൂല ജീവിതാവസ്ഥ വന്നാലും ആ കീ നിങ്ങളും തിരിച്ചെടുക്കില്ല. ആ കീ എന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. വിശുദ്ധ പത്രോസിന് കീ കൊടുത്തതിന് ശേഷം വിശുദ്ധ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോഴും കീ തിരിച്ചു മേടിച്ചില്ല. ആ കീ ഉപയോഗിച്ച് തന്നെയാണ് പത്രോസ് കർത്താവിലേക്ക് തിരിച്ച് ചെന്നത്. പത്രോസിനെ കുരിശിൽ തറച്ച രീതി നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അതെങ്ങനെ നോക്കിയാലും പത്രോസ് കുരിശിൽ കിടക്കുന്ന ഒരു കീയുടെ ഷേപ്പിലാണ്. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. പത്രോസ് കുരിശിൽ കിടക്കുന്ന ഒരു കീയുടെ ഷേപ്പിൽ തന്നെയാണ്. ഹാലലുയ്യ, ഹാലലുയ്യ. പത്രോസ് കീയാണ് പ്രിയപ്പെട്ടവരെ. ആ കീയുടെ ഷേപ്പിൽ തന്നെയാണ് പത്രോസിൻ്റെ മരണവും. നമ്മൾ ചിന്തിക്കുക, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനുമുള്ള മനസ്സാണ്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും വലിയ ഒരു മാധ്യസ്ഥം നമുക്കില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വിളിക്കുന്നത് എന്താണെന്നറിയോ? നമ്മളിലുള്ള വിശ്വാസമേ നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വിളിക്കുള്ളൂ. മറ്റാരും നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വിളിക്കില്ല. ദൈവത്തോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വിളിക്കുന്നതിൻ്റെ പേര് എൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വിളിക്കും. എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വിളിക്കുന്ന എൻ്റെ വിശ്വാസത്തിൻ്റെ പേരാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു ആയതുകൊണ്ട് അവനാണ് ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അവനാണ് ഏക മധ്യസ്ഥൻ. ആ മാധ്യസ്ഥ്യം എനിക്കുണ്ട്. ക്രിസ്തു ഏക മധ്യസ്ഥനായത് എങ്ങനെയാണ്? കാരണം അവൻ മാത്രമേ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ നിലകൊണ്ടിട്ടുള്ളൂ. ആകാശം സ്വർഗമാണെങ്കിൽ ഭൂമി ഞാനിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിന് മധ്യത്തിൽ നിൽക്കുന്നവനാണ് മധ്യസ്ഥൻ. അത് കർത്താവായ ഈശോ മിശിഹ വിശുദ്ധ കുരിശിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഹാലലുയ്യ, അഭിഷേകത്തോടെ ഹാലലുയ്യ, ഹാലലുയ്യ. അതിനേക്കാൾ വലിയൊരു മാധ്യസ്ഥ്യം നമുക്ക് കിട്ടാനില്ല പ്രിയപ്പെട്ട ദൈവജനം. അതുകൊണ്ട് ഈശോയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നതെല്ലാം കുരിശു വഴി സ്വർഗത്തിലേക്ക് എത്തുന്നതാണ്. കുരിശു വഴി, അതായത് സഹനം വഴി സ്വർഗത്തിലേക്ക് എത്തുന്നതാണ് ഈശോയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. നമ്മൾ ഒരു പ്രാർത്ഥന തുടങ്ങുമ്പോൾ പോലും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെയാണ് തുടങ്ങുന്നത്. കുരിശെപ്പോഴും സഹനത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ഈ കുരിശ് വരച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. അത് എൻ്റെ നെറ്റിയിൽ തന്നെയാണ് ഞാൻ കുരിശ് വരച്ച് എൻ്റെ വലത് വിരൽ കൊണ്ട്, തള്ളവിരൽ കൊണ്ട് ഞാൻ കുരിശ് വരക്കുമ്പോൾ കുരിശിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ് ആ കുരിശ് വരയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംരക്ഷണം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ കുരിശടയാളം നെറ്റിയിൽ വരച്ചാൽ കുരിശിൽ കിടക്കാൻ ഞാൻ തയ്യാറായി എന്നുള്ളതാണ് അതിനർത്ഥം. ആ കുരിശിൻ്റെ സംരക്ഷണം എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ആ കുരിശിലേക്ക് കർത്താവ് എന്നെ ചേർത്ത് നിർത്തും. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ.
ഇവിടെ ഒത്തിരി പേര് കുരിശിൽ കിടക്കുക. കാരണം കർത്താവിൻ്റെ കുരിശിലെ തല ഒടിഞ്ഞു കിടക്കുന്നത് പോലെയാണ് ഇവിടെ ഇരിക്കുന്നവരുടെയും ശിരസ്സുകൾ ഒടിഞ്ഞു കിടക്കുക. താഴേക്ക് കുരിശിൽ കിടക്കുന്ന കർത്താവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പലരും ഇരിക്കുന്നത്. കാരണം കർത്താവ് കുരിശിൽ കിടന്നപ്പോൾ കൈയും മുകളിലേക്കാണ്, ബാക്കിയെല്ലാം മുകളിലേക്കാണ്, തല മാത്രം കീഴേക്ക് ഒടിഞ്ഞു കിടക്കുക. നിങ്ങളുടെയും കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കർത്താവെ വിശുദ്ധമല്ലെങ്കിലും കുരിശിലാണ് കിടക്കുന്നത്. കാരണം ഒടിഞ്ഞു കിടക്കുക. ശ്രദ്ധയോടെ കേൾക്കുക എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ചിലർ ബുക്കിൽ എഴുതുന്നത് പോലെയാണ് ഉറങ്ങുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ബുക്കിൽ നോക്കിയിരിക്കുന്നതായിട്ട് ബ്രദറിന് തോന്നണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനവനെ തന്നെ പറ്റിക്കുന്ന ഓരോ വഴികൾ ഞാൻ ആലോചിച്ചു പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഫാമിലി ഉച്ചയ്ക്ക് തന്നെ പോയി. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും മോളും പോയി. പ്രിയപ്പെട്ട ദൈവജനമേ, ഒന്ന് ആലോചിച്ച് നോക്കി. വചനത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതെന്തോ. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കാൻ ഉറക്കം വരും കേട്ടോ, അല്ലെങ്കിൽ അത് വരില്ല, അത് വരില്ല. അത് വരണമെങ്കിൽ രാത്രിയേ വരാൻ പാടുള്ളൂ. അന്ധകാരത്തിൽ വരുന്നത് പകൽ വരുന്നത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ഉറക്കം എന്ന് പറയുന്നതൊരു ഗസ്റ്റ് ആണെങ്കിൽ ആ ഗസ്റ്റ് വരേണ്ട ടൈമുണ്ട്. അതിനുവേണ്ടി അനുവദിച്ചൊക്കെ സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. ആ രാത്രിയെ അത് വരാൻ പാടുള്ളൂ. ആ രാത്രി വന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിട്ട ആള് ഉച്ചയ്ക്ക് നമ്മളെ തേടി വരാനുള്ള കാരണം എന്താ? ഹല്ലേലൂയ. കാരണം അവൻ വന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും വരുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവൻ ആദ്യം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി വരേണ്ടവൻ ഉച്ചക്കേ വരും. കാലത്തെ എത്തി കുറേ പേരല്ല, പക്ഷേ എന്നാലും ഉച്ചയ്ക്ക് ഒന്നും കൂടി എത്തി. എന്തുകൊണ്ടാണ്? നിങ്ങളതിനെ വെൽക്കം ചെയ്യാതെ അത് എത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങൾ പാപം എന്ന് പറയുന്ന ഉണക്കത്തിന് വിട്ടുകൊടുക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, എനിക്ക് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുക. സ്വന്തം ആത്മാവിനെയല്ല, ജീവനെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഈശോ പറയുന്നത്. നമ്മൾക്ക് സ്വന്തം എന്ന് പറയാനായിട്ടുള്ളത് ജീവനേ ഉള്ളൂ, ആത്മാവില്ല. ആത്മാവ് ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ പ്രതി ആത്മാവിനെ നഷ്ടപ്പെടുത്താനല്ല, ദൈവത്തെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തുക. ജീവൻ ശരീരത്തിൻ്റെതും ആത്മാവ് ദൈവത്തിൻ്റെതുമാണ്. അപ്പോൾ സ്വന്തം ജീവൻ എന്ന് പറഞ്ഞാൽ ശരീരത്തെ നീ ക്രൂശിക്കണം എന്നർത്ഥം. ശരീരത്തെ ക്രൂശിക്കാത്തിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മാവിന് ആ ശരീരത്തിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ശരീരത്തെ ക്രൂശിക്കണം. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തോട് യുദ്ധം ചെയ്യണം. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തോട് യുദ്ധം ചെയ്യാൻ മടി കാണിക്കുന്ന തലം എപ്പോഴാണെന്നറിയോ? ആത്മാവിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ തലത്തേക്കാൾ ശരീരത്തിൻ്റെ അലസത മനോഭാവം ആത്മാവിന് മേൽ ചാർജ് എടുക്കുമ്പോഴാണ്. ശരീരം ആത്മാവിനെ ഭരിക്കാൻ അനുവദിക്കല്ലേ പ്രിയപ്പെട്ടവരെ. അത് അനുവദിക്കുന്നിടത്ത് നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിക്കും. അത് അനുവദിക്കുന്നിടത്ത് നമ്മൾ ഒത്തിരി ഉറങ്ങും. ഒത്തിരി റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ശരീരമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, ആത്മാവല്ല. നമ്മൾ ഒത്തിരി റെസ്റ്റ് എടുക്കും. എന്തെങ്കിലും ചെയ്ത് ഉടനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓർത്തോ, ആത്മാവല്ല അവിടെ ജീവൻ വെച്ചിരിക്കുന്നത്, ശരീരമാണ്. ആ ശരീരമാണ് ആത്മാവിനെ ഭരിക്കുന്നത്. ഒന്ന് ചെയ്ത് പിന്നെ റെസ്റ്റാണ്. ഒരു കൊന്ത ചൊല്ലി ഉടനെ ഫോൺ എടുക്കുക, പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഫോൺ എടുക്കുകയല്ലേ. എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനോടുകൂടെ ഫോൺ തൊട്ടുകൂട്ടി തിന്നേണ്ട അവസ്ഥ. ഇങ്ങനൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കെട്ടുകിടക്കുകയാണ്. അപ്പോൾ അതിനുള്ളിലിരിക്കുന്ന ആത്മസ്ഥിതി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശ് എന്ന് പറയുന്നത് സ്വന്തം ശരീരം തന്നെയാണ്. എന്നെ അനുഗമിക്കണം. സ്വന്തം കുരിശെന്ന് പറയുന്നത് സ്വന്തം ശരീരം തന്നെയാണ്. നിങ്ങളുടെ കുരിശ് മറ്റൊന്നുമല്ല. പുറമേ നിന്നൊരു കുരിശും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ കുരിശ് നിങ്ങളുടെ ശരീരം തന്നെയാണ്. കുരിശെടുത്ത് അനുഗമിക്കുക, അതായത് ആത്മാവ് ശരീരത്തെ തോൽപ്പിക്കുക എന്നർത്ഥം. കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണം. കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ആത്മാവ് ഏറ്റെടുക്കുക എന്നർത്ഥം. ശരീരത്തെ ആത്മാവ് ഏറ്റെടുത്ത് ആത്മാവ് ക്രിസ്തുവിനെ അനുഗമിക്കണം, ശരീരമല്ല. ഇവിടെ പലരുടെയും ശരീരമാണ് ധ്യാനം കൂടാൻ വന്നിരിക്കുന്നത്. ആത്മാവ് എത്തിയിട്ടില്ല. കാരണം എന്താ?
ആത്മാവെത്തിയെങ്കിൽ കണ്ണ് തുറന്നിരിക്കും. ആത്മാവെത്താത്തത് എപ്പോഴാണ്? കണ്ണടഞ്ഞിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവുണ്ടെങ്കിൽ ആത്മാവും ജീവനും ഉണ്ട്. ജീവനുണ്ടെങ്കിൽ നമ്മൾ മരിച്ചതുപോലെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യത്തില്ല. നമ്മൾ ഉണർവോടുകൂടി ഇരിക്കത്തില്ലേ? നമ്മൾ ഉണർവോടുകൂടി ഇരിക്കാൻ പറ്റാത്തതിന് കാരണം നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നൊരു സ്പിരിറ്റ്, ഒരു അരൂപിയുടെ പ്രവർത്തനം നമ്മളിലുണ്ട്. അതിനെ നിങ്ങൾ ബൈൻഡ് ചെയ്ത് പുറത്താക്കണം. ബന്ധിച്ചതിനെ നിർവീര്യമാക്കി കുരിശിൻ ചോട്ടിലേക്ക് നിങ്ങളതിനെ അട്ടിപ്പായിക്കണം. ശരീരത്തിലേക്ക് അമിതമായി കടന്നു വരുന്നതെല്ലാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാവിനെതിരായിട്ടുള്ള വിഹിതങ്ങളാണ്. അതിര് കടന്ന വിശപ്പ്, അതിര് കടന്ന ഉറക്കം, സമയം തെറ്റിയുള്ള ഉറക്കം, സമയം 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ 10 മണിക്കൂർ ഇങ്ങനെ ഉറക്കത്തിൻ്റെ ടൈം ഇങ്ങനെ നീണ്ടു പോകുന്ന തലം, പകലും രാത്രിയൊക്കെ കിടന്നുറങ്ങുന്ന അവസ്ഥകൾ, അതല്ലെങ്കിൽ ഒത്തിരി ഭക്ഷണം കഴിക്കണം, ഫൂഡി ആയിട്ടുള്ള അവസ്ഥകൾ, ഒത്തിരി ഭക്ഷണം കഴിക്കണം, കുറേ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വിശപ്പ് കിടാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തോ പൈശാചികതയാണ് ഉള്ളിലുള്ളതെന്നുള്ളത്. ആത്മാവിനെതിരെ ശരീരം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയാണ് ഈശോ പറഞ്ഞത്? സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. നമ്മൾ യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് അനുഗമിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ പിന്നാലെ അനുഗമിക്കുമ്പോൾ അവിടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ നടക്കുന്ന വഴി നിങ്ങൾ നോക്കിയേ. ഈശോ നടക്കുന്ന വഴി എന്ന് പറഞ്ഞത് ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്കും അവിടെ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്കും ഈ നടപ്പ് ചെന്ന് അവസാനിച്ചത് കാൽവരി മലമുകളിലാണ്. അവസാനം മാത്രമേ അവൻ രാജകീയ പ്രൗഢിയോടുകൂടെ കഴുതപ്പുറത്ത് ഒരു യാത്ര ചെയ്തുള്ളൂ. അതവൻ്റെ മരണത്തിലേക്കുള്ള യാത്രയായിരുന്നു. കർത്താവിനെ മരിക്കാൻ വേണ്ടിയിട്ടാണ് കഴുതപ്പുറത്ത് ഏറ്റിയത്. ഹോസാന പാടി ജെറുസലേമിലേക്ക് കർത്താവ് പ്രവേശിക്കുന്നത് കഴുതപ്പുറത്താണ്. അവിടെയും ആ കഴുതയെ എടുക്കാൻ പോയ 2 പേര് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഏതിനെ കൊണ്ട്? കർത്താവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുന്നവരെ കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ടെന്നല്ലേ? ഹല്ലേലൂയ. ആ കഴുതയെ കൊണ്ട് മറ്റൊരാവശ്യവും കർത്താവിനുണ്ടായില്ല. കർത്താവിനെ ക്രൂശിക്കാൻ ജെറുസലേമിലേക്ക് പ്രവേശിക്കാൻ ഈ കഴുതയെ ഉപയോഗിച്ചു എന്നല്ലാതെ ആ കഴുതയെ കൊണ്ട് മറ്റൊരാവശ്യവും കർത്താവിനുണ്ടായില്ല. എന്നിട്ടും വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. അതായത് കർത്താവിനെ നിന്ദിക്കുന്നൊരു സമൂഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഈശോ നിങ്ങളോട് പറയുന്നു ഈ കഴുതയെ കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ടെന്നേ. ഈ കഴുതയെ കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ട്. നിന്ദിക്കുന്ന സമൂഹമുണ്ട്, കർത്താവിനെ കുറ്റം പറയുന്ന സമൂഹമുണ്ട്, ബലിയിൽ കർത്താവിനെ അവഹേളിക്കുന്ന സമൂഹമുണ്ട്, പ്രാർത്ഥന സ്വീകരിക്കാത്ത സമൂഹമുണ്ട്. ഇങ്ങനെ ഒത്തിരി പലതരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളുള്ള ചില കഴുതകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഈശോ നിങ്ങളോടും പറയുന്നത് തന്നെയാണ്, ഈ കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഈ കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ധൂർത്തുപുത്രൻ ഒരു കഴുതയായിരുന്നു, അവനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. അവനെ തിരിച്ചേൽപ്പിക്കും എന്ന് ഈശോ പറഞ്ഞതുപോലെ തന്നെ അവൻ തിരിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് സ്വമേധയാ വന്നില്ലേ? ഇതാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും നല്ല വിളി. ഒരുപക്ഷെ ആ കഴുത ഞാനും നിങ്ങൾ തന്നെയാണ്. ദൈവത്തിന് ആവശ്യമുള്ള കഴുതകൾ നമ്മൾ തന്നെയാണ്. കാരണം ഒരേ സമയം കർത്താവിനെ ജെറുസലേമിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ കൊണ്ടുപോകുന്ന അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? ആ കൊണ്ടുപോകുന്ന അവസ്ഥ കർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്നതാണ്. കർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് ജെറുസലേമിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. പറയുമ്പോൾ ഹോസാന പാടി എതിരേറ്റ് കർത്താവിനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ആ കൊണ്ടുപോകലിൽ കർത്താവ് ഒത്തിരി മനസ്സുകൊണ്ട് നീറിയാണ് കഴുതയുടെ പുറത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ ഒരുപാട് വാചാലത എന്ന് പറയുന്ന കഴുതയെ നിങ്ങൾ കൂടെ കൂട്ടണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനകളിൽ ഒരുപാട് ഭക്ത അഭ്യാസ പ്രകടനങ്ങളെന്ന് പറയുന്ന കഴുതകളെ നിങ്ങൾ കൂടെ കൂട്ടരുത്. കാരണം അത് കർത്താവിനെ കൊലയ്ക്ക് കൊടുക്കത്തേ ഉള്ളൂ. കർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാനേ അവറ്റകളെ കൊണ്ട് ഉപകാരമുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിങ്ങളൊരു ഡീപ്പ് ബ്രെത്ത് എടുത്താൽ, ഒരു നെടുവീർപ്പിട്ടാൽ കർത്താവ് അതിനെ പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലണം. ഏതിൻ്റെ? ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നമ്മുടെ ശരീരത്തിൽ സന്തോഷം തരുന്നൊരു ഹോർമോണുണ്ട്, ഡോപ്പമിൻ എന്ന് പറയും. ഈ ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് നമ്മുടെ മക്കൾ പലപ്പോഴും ഈ ഡ്രഗ്സിന് പുറകെ, തെറ്റായ ബന്ധങ്ങൾക്ക് പുറകെ, തെറ്റായ ശീലങ്ങൾക്ക് പുറകെ, സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങൾക്ക് പുറകെ നമ്മളോ നമ്മുടെ മക്കളോ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മെഡിക്കൽ സയൻസ് പറയുന്നത് ശരീരത്തിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ കുറവെന്നാണ്. ഈ ഡോപ്പമിൻ്റെ എന്ന് പറയുന്ന ഹോർമോൺ കൂട്ടാനായിട്ട് നമ്മൾ തന്നെ പരിശ്രമിച്ചാൽ അതിനെ കൂട്ടാനുള്ള വഴിയും മെഡിക്കൽ സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ ഡോപ്പമിൻ്റെ അളവ് ഹൈ ആയിരിക്കുകയുള്ളൂ. കാരണം ഈശോ പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്കേ എന്നെ അനുഗമിക്കാൻ പറ്റുകയുള്ളൂ. ആഗ്രഹം എന്തിനോടുണ്ടോ ഈ ഡോപ്പമിൻ്റെ അളവ് കൂട്ടിത്തരുവത്. ആഗ്രഹം എന്തിനോടാണോ ആ മേഖലയിൽ ആ ഡോപ്പമിൻ നിനക്ക് അതിങ്ങനെ നിന്നിൽ ഫിൽ ആയിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ആ ഹോർമോൺ നിന്നിൽ കുറയും. എങ്ങനെയാണ് ആ ഹോർമോൺ കുറയുന്നത്? ക്രിസ്തുവിന് വേണ്ടി എൻ്റെ രക്തം തിളയ്ക്കുന്നിടത്താണ് എന്നിലുള്ള ഈ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നത്. എൻ്റെ ഈശോ മിശിഹായ്ക്ക് വേണ്ടി എൻ്റെ രക്തം തിളയ്ക്കണം, അവനെ അനേകർക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ രക്തം തിളയ്ക്കണം. പ്രിയപ്പെട്ടവരെ, അവിടെ ഡോപ്പമിൻ്റെ അളവ് കൂടും. അവിടെ എനിക്ക് ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ എനിക്ക് കിട്ടും. നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള രക്തസാക്ഷികളായിട്ടുള്ള അനേകം വിശുദ്ധരെ നിങ്ങൾ എടുത്തു നോക്കി, അവരെല്ലാം മരണത്തെ അവർ ചിരിച്ചു മുഖത്തോടുകൂടെ നേരിട്ടില്ലേ? ചിരിച്ച മുഖത്തോടുകൂടെ മരണത്തെ അവർ നേരിട്ടിട്ടില്ലേ? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കൊലയ്ക്ക് കൊടുക്കപ്പെട്ടപ്പോഴും അവരാരും പരാതി പറഞ്ഞിട്ടല്ല കൊലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഓടി ഒളിച്ച ശിഷ്യരാരും മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിച്ചിട്ടില്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരവസരത്തിൽ കർത്താവിനെ നിന്ദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ഭാരപ്പെടേണ്ട. മരണം കൊണ്ട് കർത്താവിനെ ഏറ്റുപറയാൻ പറ്റും നമുക്ക്. എങ്ങനെയാ അവസാനം, ഈ ലോകത്തിൻ്റെ അവസാനം, ഈ ലോകത്തിലുള്ള എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എത്തുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നുള്ള വിശുദ്ധ തോമസിൻ്റെ വിളിയോടുകൂടെ പ്രവേശിക്കാനുള്ള ഒരു കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം വഴി നമുക്ക് തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം വഴി നമ്മുടെ എലിജിബിലിറ്റി അനുസരിച്ച് ആ ഒരു അഭിഷേകം നമ്മളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയേണ്ടിടത്ത് നിങ്ങൾ ഏറ്റുപറയണം. യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടിടത്ത് നിങ്ങൾ പ്രഘോഷിക്കണം. യേശു ക്രിസ്തുവിനെ ആരാധിക്കേണ്ടിടത്ത് നിങ്ങൾ ആരാധിക്കണം. എല്ലായിടത്തും യേശുവിനെ ആരാധിക്കുകയല്ല. ചിലയിടത്ത് യേശുവിനെ ഏറ്റുപറയണം, ചിലയിടത്ത് യേശുവിനെ പ്രഘോഷിക്കണം. ഇത് മൂന്നും എന്നിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനയുടെ മൂന്നവസ്ഥകളാണ്. മൂന്നും പ്രാർത്ഥന തന്നെയാണെങ്കിൽ മൂന്നവസ്ഥകളിൽ ഈ പ്രാർത്ഥന എന്നിൽ നിന്ന് പുറപ്പെടും. എന്നിൽ നിന്ന് ഈ പ്രാർത്ഥന മൂന്നവസ്ഥയിൽ പുറപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനം, ഈ മൂന്നവസ്ഥകൾ ഞാൻ എന്നിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഞാനെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ തന്നെ ഈ മൂന്നവസ്ഥകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. വിജാതീയരുടെ മുമ്പിൽ ഞാൻ ആരാധിക്കുകയല്ല, ഏറ്റുപറയുകയാണ് വേണ്ടത്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവമെന്ന് ഞാൻ ഏറ്റുപറയേണ്ടത്. വിജാതീയരുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറയണം എൻ്റെ പ്രവൃത്തി കൊണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പാടുള്ളൂ. ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത് എപ്പോഴാണ്? ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്താണ് ഞാൻ ദൈവത്തെ പ്രഘോഷിക്കണം. കർത്താവായ ഈശോ മിശിഹായെ ഞാൻ പ്രഘോഷിക്കേണ്ടത് എപ്പോഴാണ്? 4-5 പേര് എനിക്ക് മുന്നിലുണ്ടെങ്കിൽ ഞാൻ ഏറ്റുപറയുകയല്ല, പ്രഘോഷിക്കുകയാണ് ചെയ്യേണ്ടത്. 3 തലങ്ങളിൽ നിൻ്റെ ആത്മാവ് ദൈവത്തോട് കാണിക്കുന്ന പ്രാർത്ഥനകൾ തന്നെയാണ്. അത് 3 ദൈവം നിനക്ക് അനേകം അനുഗ്രഹങ്ങൾക്കുള്ള പ്രാർത്ഥനയായിട്ട് നിന്നിൽ നിന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകരം ഉയർത്തി കണ്ണു തുറന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഈ 3 തലവുമുണ്ട് പ്രിയപ്പെട്ടവരെ. പുറകെ നടക്കുന്നത് മാത്രമല്ല അനുഗമിക്കൽ. ഏറ്റുപറയുന്നത് അനുഗമിക്കലാണ്, പ്രഘോഷിക്കുന്നത് അനുഗമിക്കലാണ്, ആരാധിക്കുന്നത് അനുഗമിക്കലാണ്. പക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ അനുഗമിക്കുന്നത് ഒറ്റ കാര്യത്തിനാണ്, നിയോഗങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ദൈവത്തെ അനുഗമിക്കുന്നുള്ളൂ. കുരിശിൽ നോക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നേണ്ട വികാരം, എൻ്റെ ദൈവമേ നീ എനിക്ക് വേണ്ടി ഇത്രത്തോളം സഹിച്ചല്ലോ എന്നാണ്. പക്ഷെ നമ്മൾ കുരിശിൽ നോക്കുമ്പോൾ ഈശോ ഈ വിശുദ്ധ കുരിശിനാൽ എന്നെ സംരക്ഷിക്കണമേ എന്ന ചൂഷണത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്നത്. ധ്യാനാത്മകമായിട്ട് കുരിശിനെ നോക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത് എന്താ? അവിടെ സന്ദേശങ്ങൾ പറയുന്ന സമയം എത്തണം. അപ്പോൾ എൻ്റെ കാര്യം
വിളിച്ചു പറയുന്നുണ്ടോ എന്നുള്ളൊരു പരീക്ഷണിക്കാനായിട്ട് ധ്യാനത്തിലെത്തുന്ന എത്രയോ പേരുണ്ട്. പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ധ്യാനം കൂടാനെത്തുന്ന എത്രയോ പേരുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, അവിടെയും ദൈവത്തിന് ഞാൻ ആരാധനകളല്ല സമർപ്പിക്കുന്നത്, മറിച്ച് അവിടെയും എൻ്റെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് ഞാൻ കൊടുക്കുന്ന എന്താണെന്നറിയോ? എൻ്റെ നിയോഗങ്ങളുടെ ദൈവമായിട്ട് എൻ്റെ ദൈവത്തെ ഞാൻ കാണുക. എൻ്റെ നിയോഗങ്ങൾക്ക് ഒരു ദൈവമുണ്ട്, അതിൻ്റെ പേര് കർത്താവായ ഈശോ മിശിഹ എന്നാണ് നമ്മളിപ്പോൾ പ്രഘോഷിക്കുന്നത്. കാരണം നമ്മുടെ മക്കളെയും നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ മാർക്ക് തരുന്ന ദൈവമായിട്ട് ദൈവത്തെ നമ്മൾ മാറ്റുക. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ അസുഖം മാറും. അപ്പോൾ രോഗം മാറ്റുന്ന ദൈവം. എല്ലാ അവസ്ഥകൾക്കും ദൈവത്തിൻ്റെ മുൻപിൽ സൊല്യൂഷനുണ്ട് എന്നേ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷേ ഈ ദൈവം നിത്യജീവനിലേക്ക് നിന്നെ നയിക്കുമെന്ന വലിയ കാര്യം നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ എനിക്ക് കണ്ണൂരൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. കണ്ണൂർ ശുശ്രൂഷ ഞാൻ കണ്ണൂരിൽ നിന്ന് കൊച്ചിക്ക് കാറോടിച്ച് വരിക. അപ്പോൾ കാറോടിച്ച് വരുമ്പോൾ കൊയിലാണ്ടി ആ ഭാഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ, ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ഞാൻ ആ ഹോട്ടലിൻ്റെ അപ്പോൾ ഒരു റെസ്റ്റും ആകും, എഴുന്നേക്കാം, 8-9 മണിക്കൂർ ഡ്രൈവ് ചെയ്യല്ലേ, ഇത്തിരി എഴുന്നേറ്റ് നിൽക്കാം എന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് നിന്ന് ചായ കുടിക്കാൻ വേണ്ടി അകത്ത് കയറിയിരിക്കുമ്പോൾ ഒരു അമ്മയും ഒരു കുഞ്ഞും, ഒരു 3 വയസ്സ്, മാക്സിമം 3, അത്രയേ ഉള്ളൂ, അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല, 3 വയസ്സ് പെൺകുഞ്ഞാണ്. ഈ അമ്മയും കൂടെ ഈ ഹോട്ടൽ റൂമിലേക്ക് കയറുക. അവളുടെ ഭർത്താവ് പുറകെ വരുന്നുണ്ട്. ഇവർ കത്തോലിക്കരല്ല. ഈ സ്ത്രീ ഈ കുഞ്ഞുമായിട്ട് വന്നിട്ട് തലയിൽ ഇങ്ങനെ ഷോൾ ഇട്ടിട്ടുണ്ട്. ഈ കുഞ്ഞ് അകത്തേക്ക് കയറിയിട്ട് ഈ കുഞ്ഞിങ്ങനെ എല്ലായിടത്തും നോക്കുക. എന്നെയും കണ്ട്, എന്നെ നോക്കുന്നില്ല. ഈ കുഞ്ഞ് എല്ലായിടത്തും നോക്കിയിട്ട് അമ്മയോട് പറയാ, അമ്മ ഇത് ഇസ്ലാമിന് കഴിക്കാൻ പറ്റിയ, ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഹോട്ടലാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ ചോദിച്ചതാ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, ഞെട്ടിപ്പോയി. അമ്മ വേഗമുള്ള വായ പൊത്തിപ്പിടിച്ചു. സ്പിരിറ്റ്, ആ ഒരു സ്പിരിറ്റ് കണ്ടോ നിങ്ങൾ? 3 വയസ്സ്, നമ്മുടെ 3 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ എന്ത് പറയും? അവിടെ ഇരിക്കുന്ന പഴംപൊരി വേണ്ട, എനിക്ക് പത്തിരി മതിയെന്ന് പറയും. ഈ കുഞ്ഞ് അതിനകത്ത് കയറിയിട്ട് പറഞ്ഞ മറുപടി ഞാൻ ഞെട്ടിപ്പോയി പ്രിയപ്പെട്ടവർ. 3 വയസ്സില്ല ആ കുഞ്ഞിന്, 3 വയസ്സില്ല. അപ്പോൾ അവരുടെ ഭക്ഷണ സംസ്കാരം എന്തുമായിട്ട് റിലേറ്റഡാ? അവരാരാധിക്കുന്ന തലവുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് 3 വയസ്സിന് മുമ്പ് ഈ കുഞ്ഞിനറിയാം. ഭക്ഷണ സംസ്കാരം ഹലാല്, നമ്മൾക്ക് നിശ്ചിതമായിട്ടുള്ള അവർക്ക് അനുവദനീയമാണ് ഹലാല്. കേട്ടേ നിങ്ങൾ? നമ്മുടെ മക്കളെ നമ്മളെന്താ പഠിപ്പിച്ചത്? നമ്മുടെ മക്കൾ ചെയ്യുമോ? നമ്മുടെ മക്കൾ ചെയ്യില്ല, പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ മക്കളെ നമ്മൾ. അതുകൊണ്ട് ഇന്നും പള്ളിയിൽ പോലും കയറുന്നുണ്ടോ, ധ്യാനത്തിന് വരുന്നുണ്ടോ, ഇന്ന് വചനം കേൾക്കാതിരിക്കാൻ പറ്റുമോ അവർക്ക്? പറ്റില്ല. കാരണം എന്താ? പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചതും പലതും മറ്റു പലതും. അവർക്ക് ഡിഗ്രി, അവർക്ക് ജോലിയും കിട്ടാനുള്ളതേ നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഉരുട്ടി വിഴുങ്ങാനും പഠിപ്പിച്ചിട്ടുണ്ട്. ഉരുട്ടി വിഴുങ്ങാനുള്ള വഴി കണ്ടെത്താനാണ് മക്കളെ പഠിപ്പിച്ചത്. യേശുവിൻ്റെ മാർഗത്തെക്കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മുടെ മക്കൾ ഇന്ന് പള്ളിയിൽ കയറിയാൽ ചോദിക്കും. ഒരു മകളോട് ഞാൻ പറഞ്ഞു, എൻ്റെ ക്ലാസ്മേറ്റാണ്, നിർഭാഗ്യവശാൽ. അപ്പോൾ അവള് വിളിച്ചിട്ട് ആദ്യമായിട്ട് എന്നെ കാണാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ശുശ്രൂഷയെല്ലാം അറിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കൂടി എന്നെ കാണാൻ വേണ്ടി വന്നതാണ്, കുറച്ച് നാൾ മുൻപ്. വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥന ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത്, ഇത് ചെയ്തിട്ട് നീ വിശ്വാസ പ്രമാണം ചെയ്യില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അത് വിട്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അവളുടെ കുട്ടിയെയും കൊണ്ട് അവൾ മുന്നോട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞ എന്താ? ഞാൻ വിശ്വാസ പ്രമാണം. എപ്പോഴും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പ്രാർത്ഥനയല്ലേ വിശ്വാസ പ്രമാണമെന്ന്? അമ്മ ചോദിക്കുക, ക്രിസ്ത്യാനിയായിട്ടല്ല, എൻ്റെ ക്ലാസ്മേറ്റ് എന്നോട് ചോദിക്കുക, എപ്പോഴും വിശ്വസിക്കുന്നു നമ്മൾ, അതല്ലേ വിശ്വാസ പ്രമാണം? മറുപടി ഞാൻ സുഹൃത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ശീലിച്ചതും നമ്മൾ കണ്ടതും നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നതും ഇതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിപ്പോഴും നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? UK എങ്ങനെ പോകാം, എവിടെ പോകാനായിട്ട് ഇത്ര മാർക്ക് നീ സ്കോർ ചെയ്യണം, ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത്ര മാർക്ക് നീ സ്കോർ ചെയ്യണം, സ്വർഗത്തിൽ അഡ്മിഷൻ കിട്ടാൻ എത്ര മാർക്ക് നീ സ്കോർ ചെയ്യണമെന്ന് മക്കളെ പഠിപ്പിച്ചിട്ടില്ല. സ്വർഗത്തിലും ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചിട്ടിരിക്കുക എന്നുള്ളത് മറക്കരുതേ. അത് നിൻ്റെ ജനിച്ച ദിവസം ആ ആപ്ലിക്കേഷൻ സ്വർഗത്തിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നീ ജനിച്ച ദിവസം കർത്താവ് ആപ്ലിക്കേഷൻ നിന്നിൽ നിന്ന് സ്വീകരിച്ചു. സ്വർഗത്തിലേക്കൊരു സീറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ദൈവം നിന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്.
ഈ ആപ്ലിക്കേഷൻ സ്വീകരിച്ച ദൈവം നിന്നെ ഒരു ടെസ്റ്റ് പേപ്പറിന് വേണ്ടിയിട്ട് ഒരു 50, 60, 70, 80, 90 വർഷം ഒരു എക്സാമിന് വേണ്ടി നിന്നെ വിറ്റിരിക്കുന്നതാണ് നിൻ്റെ ജീവിതം. ഈ ജീവിതത്തിൽ നീ എത്ര വിഷയത്തിന് തോറ്റു, അത് 10 കൽപ്പനയിൽ എത്ര വിഷയത്തിന് നീ തോറ്റു, അതാണ് കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന ടെസ്റ്റ് പേപ്പർ. ഇതിൽ തോറ്റ പേപ്പറിന് നീ രണ്ടാമത് എഴുതിയെടുത്ത് അത് ക്വാളിഫൈഡ് ആയോ, അതല്ലെങ്കിൽ നിനക്ക് വീണ്ടും ഇങ്ങനെ എന്താ പറയുക തോറ്റ പേപ്പേഴ്സ് ഇനിയും എഴുതാനുണ്ടോ? സപ്ലി 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 എന്ന് ഈ കാലഘട്ടത്തിലെ മക്കൾ പറയുന്ന വേർഡ്, പ്രിയപ്പെട്ട ദൈവജനമേ, കൽപ്പനകൾ ലംഘിച്ച നമുക്കും പറയാനുണ്ടാകും. 6ാമത്തെ പേപ്പർ പോയി, 1ാമത്തെ പേപ്പർ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം 10 കൽപ്പനകളിൽ ഏത് പേപ്പറാണ് പോയി കിടക്കണേ എന്നുള്ളത് നമുക്കറിയാം. സപ്ലി എഴുതിക്കൊണ്ടിരിക്കുക, നമ്മൾ വീണ്ടും സപ്ലി എഴുതും. എവിടെയാ? കുമ്പസാരക്കൂട്ടിൽ. കർത്താവെ തോറ്റു, ഒരു ചാൻസ് കൊടുത്താൽ കുമ്പസാരക്കൂട്ടിൽ വീണ്ടും നമ്മൾ റീഅപ്ലൈ ചെയ്യും. സ്വർഗത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലം എവിടെയെന്നറിയോ? കുമ്പസാരക്കൂടാ. ഇതിന് ദൈവം പെർമിഷൻ തന്ന എപ്പോൾ തൊട്ടാ? നമ്മുടെ ഫസ്റ്റ് എന്താ പറയുക ആദ്യ കുർബാന സ്വീകരണം തൊട്ട് ഇങ്ങോട്ടാണ്. പിന്നീട് അങ്ങോട്ട് കൺഫർമേഷൻ കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും കൂടെ ശൈലലേപനം കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും കൂടെ മെച്ചുവേർഡായി. എങ്ങനെ? കൽപ്പനകൾ പാലിക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെട്ടു. നമ്മൾ ഫസ്റ്റ് ഹോളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് ട്രാവലിങ് ആരംഭിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ള അത്ഭുതങ്ങളൊന്നും കർത്താവ് കൗണ്ട് എടുത്തില്ല. എത്ര പേര് അപ്പം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ കൗണ്ട് കർത്താവിനുണ്ട്. പരിശുദ്ധ കുർബാന സ്വീകരിച്ച, അപ്പം സ്വീകരിച്ച എത്ര പേരുണ്ട്? കൗണ്ട് എടുത്തു കർത്താവ്. 5 അപ്പം വാഴ്ത്തി കർത്താവ് ആശീർവദിച്ച് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി കൊടുത്തു. എന്നിട്ട് കർത്താവ് എത്ര പേര് ഭക്ഷിച്ചു? പുരുഷന്മാർ മാത്രം 5000 പേര്. കൗണ്ട് എടുത്തവൻ കൗണ്ട് എടുക്കും. പരിശുദ്ധ കുർബാന സ്വീകരിച്ചവരുടെ കൗണ്ട് കർത്താവിൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് മറക്കല്ലേ. ഈ കൗണ്ടാണ് നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, സ്വർഗത്തിലേക്കുള്ള മാർക്സ്. എൻട്രി ഫോമിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടി, 5000, 6000 എന്ന് പറയുന്നൊരു മാർക്ക് നിങ്ങൾക്ക് ആ ഒരു ആൻസർ ഷീറ്റിൽ കർത്താവ് തരുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ മുമ്പിലും നമ്മൾ ഇതുപോലെ ഓടിക്കൊണ്ടിരിക്കുക. കർത്താവെ എനിക്ക് അത് താ, ഇത് താ, മറ്റത് താ, അങ്ങനത്തെ താ, ഇത് താ, ഇങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. ഒരു മകള് വിവാഹത്തിന് കാനഡയിൽ വർക്ക് ചെയ്യുക. അവൾ വിവാഹം കഴിക്കാൻ പ്രായമായി. അവളുടെ അമ്മ കഴിഞ്ഞ ഒരു ധ്യാനത്തിന് എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ അമ്മ പറഞ്ഞു, ബ്രദറെ, മകൾക്ക് കല്യാണം ആഗ്രഹിക്കുന്നുണ്ട്, നടത്താൻ പോവുകയാണ്, ബ്രദർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ചേർന്ന് ഇണയെ കിട്ടാനല്ലേ? അല്ല, അവൾക്ക് അവിടെ തന്നെ ജോലിയുള്ള ഒരാളെ കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മതി. ചേർന്നതിനെ കിട്ടണമെന്നില്ല, അവിടെ ജോലിയുള്ളതിനെ കിട്ടിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കല്യാണത്തിൽ കൂദാശ മാറി, കല്യാണം ആഘോഷമാക്കി, ജീവിതം സെറ്റിൽമെൻ്റ് ആക്കുന്നതായി കല്യാണം. അല്ലാതെ കല്യാണം കൂദാശയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ചെക്കനും പെണ്ണും പരസ്പരം കാണാതെ കണ്ട് അവസാനം മാത്രം കണ്ട് കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പറയുന്നില്ല, ബാക്കി എൻ്റെ വായിൽ വേറെയാണ് വരുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, യേശുവിൻ്റെ മുൻപിൽ നമ്മൾ ചെന്ന് മുട്ടുകുത്തുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സാക്രമെൻ്റൽ നിയോഗങ്ങളുണ്ട്. അതിൽ പോലും നമ്മൾ വ്യവസ്ഥകൾ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് കൂദാശയാണെങ്കിൽ ഈ കൂദാശ ക്രിസ്തു തന്നെയാണ്. ആ കൂദാശയിൽ, ക്രിസ്തു എന്ന കൂദാശയിൽ മനുഷ്യന് ഡിമാൻഡ് ചെയ്യാൻ ഒരു അർഹതയുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. കൂദാശ ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന് പറയുന്ന കൂദാശയിൽ കർത്താവ് എനിക്കിത് വേണം, എനിക്ക് അവള് പറ്റില്ല, എനിക്ക് ഇവള് വേണം, ഇങ്ങനെ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു സോഴ്സും ഇല്ല അതിനകത്ത്. കംപ്ലീറ്റ് കൂദാശ ക്രിസ്തുവാണ്. നീ നിന്ന് കൊടുക്കുക. ആ കൂദാശ പരിക്രമം ചെയ്യാൻ 2 വ്യക്തിത്വങ്ങൾ ആവശ്യമുണ്ട്. അത് നിങ്ങൾ 2 പേരും ഓക്കെ ആണോ? അത്രയേ ഉള്ളൂ. അതുമാത്രമേ നമ്മളുടെ ഡ്യൂട്ടി ഉള്ളൂ. എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവം തിരഞ്ഞെടുത്തതിനെ കൊണ്ട് നടക്കണം. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ നേടിയെടുക്കുക, രക്ഷപ്പെടുത്തുക ചെയ്യുന്നത്. ജീവൻ നഷ്ടപ്പെടുത്തിയാൽ ആത്മാവ് രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മളൊരിക്കലും അവൻ ജീവൻ നഷ്ടപ്പെടുത്തിയെന്ന് പറയില്ല. നമ്മൾ പറയുന്നത് എന്താണ്? ആത്മഹത്യ ചെയ്തു എന്നേ പറയുള്ളൂ. തന്നെത്താൻ മരിക്കുന്നതിനെ വിളിക്കുന്ന പേര് ആത്മഹത്യ. ആത്മാവ് പോകാത്ത അവസ്ഥയിലേക്ക് ആത്മാവിനെ നീ കൊന്നു കുഴിച്ചുകൂടി എന്നുള്ളതാണ്. ശരീരം മരിച്ചു എന്നുള്ളതല്ല, ആത്മഹത്യയാണ്. ആത്മഹത്യയാണ്. ആത്മാവിനെ നീ ആ ഒരു അവസ്ഥയിലേക്ക് നീ എത്തിക്കുന്നത് എപ്പോഴാണ്? നിരാശ എന്ന് പറയുന്ന അരൂപി നിൻ്റെ മേൽ കടന്നു വന്നു കഴിയുമ്പോഴാണ്.
നിരാശ എന്ന് പറയുന്ന അരൂപി നിൻ്റെ മേൽ കടന്നു വന്ന് കഴിയുമ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു അരൂപി, അതായത് മരണത്തിൻ്റെ ദുരാത്മാവ്, സ്പിരിറ്റ് ഓഫ് ഡെത്ത് നിൻ്റെ മേൽ ആധിപത്യം ചുമത്തും. നിൻ്റെ വ്യക്തി ജീവിതത്തിനു മേൽ അത് ആധിപത്യം ചുമത്തും. നിൻ്റെ ആത്മീയ ജീവിതത്തിനു മേൽ അത് ആധിപത്യം ചുമത്തും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം. യേശുവിനെ രക്ഷകനായിട്ടേ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ. യേശുവിനെ നമ്മൾ നാഥനായിട്ട് സ്വീകരിക്കുന്നില്ല. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ കാരണം എന്താണ്? അവൻ എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കും. എനിക്ക് രോഗം വന്നാൽ അവൻ എന്നെ രക്ഷിക്കും. എനിക്ക് കടബാധ്യത വന്നാൽ രക്ഷിക്കും. ഞാൻ പാപത്തിൽ അകപ്പെടാതിരിക്കാൻ രക്ഷിക്കും. പക്ഷെ ഞാൻ നാഥനായിട്ട് അവനെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവനെ ഞാൻ രക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു രക്ഷകനായാൽ എന്നെ അവൻ രക്ഷിക്കും. യേശുവിൻ്റെ നാഥനായാൽ ഞാൻ അവൻ്റെ അടിമയാണ്. അവനെ സംരക്ഷിക്കേണ്ടത് ഞാനാ. അതായത് എൻ്റെ ഈശോ എന്നിൽ വസിക്കുന്ന തരത്തിൽ നാഥനായവനെ ഞാൻ സംരക്ഷിക്കണം. അവനെൻ്റെ നാഥനാണ്. നാഥൻ എന്ന് പറഞ്ഞാൽ പ്രാണനാഥനാണ്. എൻ്റെ പ്രാണൻ്റെ നാഥനെ ഞാൻ സംരക്ഷിക്കണ്ടേ? ഞാനത് സംരക്ഷിക്കത്തില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കും. രക്ഷകനും നാഥനുമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഉത്തമഗീതം എന്ന് പറയുന്നൊരു പുസ്തകം ബൈബിളിലുണ്ട്. ആരും വായിക്കാത്തതാ, എടുത്തു വായിക്കണം. ഉത്തമഗീതത്തിൻ്റെ പുസ്തകം വായിക്കുന്തോറും ത്രിയേക ദൈവമാകുന്ന പ്രാണനാഥൻ, എൻ്റെ പ്രാണൻ്റെ നാഥൻ എങ്ങനെ ആയിരിക്കും, അവനെ ഞാൻ എങ്ങനെ പ്രേമിക്കും എന്നുള്ളതിനെ പറ്റി ഒരു പഠനമാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകം. എൻ്റെ ആത്മാവ് എൻ്റെ നാഥനെ പ്രണയിക്കുന്ന അവസ്ഥയാണ് ഉത്തമഗീതത്തിൽ. അത് നമ്മൾ വായിച്ചിട്ടില്ല. അത് നമ്മൾ മറിച്ച് കളയുന്ന പേജുകളാണ്. കാരണം എന്താ? ഒന്നും മനസ്സിലാകുന്നില്ല. അതൊരു കവിതാരൂപേണ എഴുതപ്പെട്ടത് കൊണ്ട് അതിൽ നമുക്കത്ര താല്പര്യം കാണുന്നില്ല. നേരെ മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏത് അധ്യായം, എത്രാം വാക്യം, ഏത് പുസ്തകം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. കാരണം എന്താ? കുടുംബം രക്ഷ പ്രാപിക്കുന്ന കാര്യമാണ്. എഴുതി വെച്ചേ പറ്റുള്ളൂ, ബൈഹാർട്ടാക്കിയേ പറ്റുള്ളൂ. നിങ്ങളിങ്ങനെ രക്ഷയുടെ വചനം, സംരക്ഷണത്തിൻ്റെ വചനം, രോഗസൗഖ്യത്തിൻ്റെ വചനം, ഇങ്ങനെയുള്ള കാറ്റഗറി വൈസിൽ വചനത്തെ പോലും നമ്മൾ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. പല ശുശ്രൂഷകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വചനം വായിച്ചു നോക്കൂ എന്ന് മാത്രമായിരിക്കും അതിൻ്റെ തലക്കെട്ട്. അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ലിങ്കിൽ കയറി യൂട്യൂബിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനം പറഞ്ഞിട്ട് ഈ വചനം വായിച്ചാൽ നിൻ്റെ സാമ്പത്തിക മേഖല മെച്ചപ്പെടും, ഈ വചനം വായിച്ചാൽ നിൻ്റെ ഈ രോഗം മാറും. പ്രിയമുള്ള ദൈവജനമേ, ഏത് വചനം വായിച്ചാലും ഒരേ അഭിഷേകമേ നിങ്ങളിലേക്ക് വരികയുള്ളൂ. ഹല്ലേലൂയ. വചനത്തെ വേർതിരിക്കാൻ പഠിപ്പിച്ചത് ദൈവമല്ല, സാത്താനാണ്. മനസ്സിലാക്കുക. സുവിശേഷം ഒന്നേയുള്ളൂ. അത് നല്ല വിശേഷമായ വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. ഈ വചനം എന്ന് പറയുന്ന ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ളതിനെയാണ് വചനം എന്ന് വിളിക്കുന്നത്. ഈ വചനത്തിൽ മനുഷ്യനെ പിശാച് പ്രേരണ കൊടുത്തതാണ്. ഈ വചനം വായിച്ചാൽ രോഗസൗഖ്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പരിശുദ്ധാത്മാവ് തന്ന സന്ദേശമാണെന്നാ. അല്ല, പരിശുദ്ധാത്മാവ് തന്ന സന്ദേശമല്ല അത്. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് മുഴുവൻ ബൈബിൾ വായിക്കാനുള്ള സാധ്യതകളെ കെടുത്തിക്കളയലാണ്. നിൻ്റെ ആവശ്യത്തിന് മാത്രം നീ വായിച്ചാൽ മതി എന്ന് പറയുന്ന തലത്തിലേക്ക് നിനക്ക് പറഞ്ഞു തരുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഓർത്തോ, അത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല. ഹല്ലേലൂയ. നിനക്ക് എന്താണോ ആവശ്യം മുഴുവൻ ബൈബിൾ തന്നെ വായിക്കണം. മുഴുവൻ ബൈബിൾ ഏതെടുത്ത് തുറന്നു വായിച്ചാലും നിൻ്റെ ഏത് ആവശ്യത്തിലേക്കും ഏത് വചനവും ആപ്റ്റാണ്. നിൻ്റെ ഏത് ആവശ്യത്തിലേക്കും ഉൽപ്പത്തി വായിച്ചാൽ മതി, വെളിപാട് വായിച്ചോ, പ്രവചന ഗ്രന്ഥങ്ങൾ വായിച്ചോ, നടപടി പുസ്തകം വായിച്ചോ, ലെറ്റേഴ്സ് വായിച്ചോ, ഏത് വായിച്ചാലും നീ തോറ മാത്രം വായിച്ചോ, നിൻ്റെ ആവശ്യത്തിൽ ആ വചനം മാംസം ധരിച്ചിട്ടുണ്ട്. നിനക്ക് സൗഖ്യം കിട്ടാൻ ഈ വചനം വായിച്ചാൽ നിനക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയൊന്നുമില്ല. ഈ വചനം വായിച്ചാൽ നിൻ്റെ കടബാധ്യത മാറിക്കൊണ്ടിരിക്കുകയൊന്നുമില്ല. ഈ വചനം വായിച്ചാൽ നിനക്ക് ഈ കാര്യം അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തു എന്ന് പറയുന്നത് എന്താണ്? വചനമാണ്. വചനത്തിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവും ജീവനും കുടികൊള്ളുന്നതാണ് വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിള്. ഇതിനെ നമ്മൾ തരംതിരിച്ചു മാറ്റിയാൽ നമ്മൾ എന്തിനാണ് തരംതിരിക്കുന്നത്? കർത്താവിൻ്റെ കൈയും കാലും വെട്ടി മുറിച്ച് മാറ്റി വയ്ക്കുന്നതിന് തുല്യമാ. അനുഗ്രഹിക്കാൻ കർത്താവിൻ്റെ കൈ വേണം. കർത്താവ് നടന്നു വന്നാലല്ലേ അനുഗ്രഹിക്കാൻ കൈ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മുഴുവൻ വായിക്കണ്ടേ?
എന്നെ അനുഗ്രഹിക്കാൻ കർത്താവിൻ്റെ കൈ മാത്രം വന്നാൽ മതി എന്ന് നമ്മൾ പറയുമോ? കർത്താവിൻ്റെ കരം മാത്രം വന്നാൽ മതി എന്നെ അനുഗ്രഹിക്കാൻ, കാരണം എനിക്ക് ബ്ലെസ്സിങ് മതി. അപ്പോൾ എനിക്ക് ബാക്കി വചനങ്ങളൊന്നും വായിക്കണ്ട, എനിക്ക് രോഗസൗഖ്യം മതി, രോഗസൗഖ്യത്തിൻ്റെ വചനം മാത്രം ഞാൻ വായിച്ചാൽ മതിയോ? അല്ല, എനിക്ക് രോഗസൗഖ്യം തരാൻ ക്രിസ്തു എന്ന് പറയുന്ന മുഴുവനായിട്ട് ത്രിയേക ദൈവത്തണ്ടേ. എത്തണമെങ്കിൽ ഞാൻ മുഴുവനും വായിക്കണ്ടേ? അതിനെയല്ലേ വചനം എന്ന് പറയുന്നത്. ആത്മാവും ജീവനുമാണ് വചനമെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട്, ഇത് കടബാധ്യത മാറാനായിട്ട്, അതിങ്ങനെ ചെയ്താൽ അത് അങ്ങനെ ചെയ്യാനായിട്ട്, ഇങ്ങനെ നമ്മൾ തരം തിരിച്ച് വചനം വായിക്കാൻ നമ്മളെ പഠിപ്പിച്ച ശക്തി ദൈവത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നല്ല. നമ്മളത് ദൈവികമായിട്ട് കാണാനുള്ള കാരണം എന്താണെന്നറിയോ? അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന സാധാരണ കളിയുണ്ട്, മനസ്സിലാക്കുക. കാരണം നീ ആ വചനത്തിലേക്ക് മാത്രം ഒതുങ്ങും, നീ ആ വചനത്തിലേക്ക് മാത്രം ഒതുങ്ങും. ഈ വചനം തന്നെ നീ എഴുതിക്കൊണ്ടിരിക്കും, ഈ വചനം മാത്രം നീ ധ്യാനിച്ചുകൊണ്ടിരിക്കും. ബാക്കിയുള്ള സഹനത്തിൻ്റെ, രക്ഷയുടെ, പീഡകളുടെ ഒന്നും നീ നോക്കത്തില്ല. കാരണം എന്താ? എന്നെ പഠിപ്പിച്ച് വിട്ടത് ഇത് 1000 തവണ എഴുതാനും 1000 തവണ വായിക്കാനുമാ. പ്രിയമുള്ളവരെ, അതല്ല സുവിശേഷം. സുവിശേഷം, നല്ല വിശേഷം സഹനത്തിൽ തുടങ്ങുന്ന വിശേഷമാ. സഹനത്തിൽ തുടങ്ങി സഹനത്തിൽ അവസാനിക്കുന്ന വിശേഷമാണ് സുവിശേഷം. അതല്ലാത്തതൊന്നും സുവിശേഷമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം മുഴുവനും നിനക്ക് വേണ്ടി തന്നെയുള്ളതാ. നിനക്ക് വേണ്ടി മാത്രമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് കർത്താവ് വചനം എഴുതി തന്നിട്ടില്ല. അതൊരിക്കലും ദൈവത്തിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ. പൂർണ്ണമാണ് വിശുദ്ധ ഗ്രന്ഥം. വെളിപാടിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം. വെളിപാടിൻ്റെ ഗ്രന്ഥം, ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ പേര് വായിച്ചിട്ടുള്ള ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ സൗഖ്യം ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വിശുദ്ധ ഗ്രന്ഥം. മാനസാന്തരത്തിലേക്ക് എത്രയേറെ വിജാതീയരെ നയിച്ച ഗ്രന്ഥം, എത്രയേറെ നേതാക്കന്മാരെ, രാജ്യത്തിൻ്റെ നേതാക്കന്മാർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്ഷണിച്ച ഗ്രന്ഥമാണ് വെളിപാടിൻ്റെ ഗ്രന്ഥം. ഒരു വർഗത്തിന് മാത്രമേ ഇതിന് വിലയില്ലാതുള്ളൂ. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരൊറ്റൊരു വർഗത്തിന് മാത്രം വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിന് ഒരു വിലയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികൾ മാത്രമാണ് ഈ ജീവൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഇത് സൗഖ്യത്തിൻ്റെ വചനം എന്ന് പറഞ്ഞ് വായിക്കുന്നുള്ളൂ. ഒരു വിജാതീയന് ഈ ബൈബിള് കൊടുത്താൽ അവൻ ആദ്യം മുതൽ അവസാനം വരെ വായിക്കാറേ ഉള്ളൂ. അവൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് അവൻ വായിക്കില്ല, അതിനുവേണ്ടി മാത്രമായിട്ട് വായിക്കില്ല. ഒരു വിജാതീയ സ്ത്രീ, ഒരു ഹൈന്ദവ സ്ത്രീ എന്നോട് പറഞ്ഞതാണത്. ഒരു ഹൈന്ദവ സ്ത്രീ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഏതാ വചനം കൂടുതൽ വായിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഇതല്ലേ നിങ്ങളുടെ നിയോഗം, നിങ്ങൾ ഏതാ വചനം കൂടുതൽ വായിക്കുന്നത്? ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയാം, എല്ലാം ഈശോ തന്നെയല്ലേ, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ വായിക്കും. ഞാൻ ആദ്യം മുതൽ എത്ര വായിക്കും, എൻ്റെ കണ്ണ് കഴക്കിയോ അവിടെ ഞാനൊരു അടയാളം മാർക്ക് ചെയ്യും. പിറ്റേ ദിവസം അവിടെ തൊട്ട് തുടങ്ങും. അന്നത്തെ ദിവസത്തെ എനിക്ക് കിട്ടാനുള്ള സന്ദേശം എവിടെ നിന്നാണെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ ബ്രദറെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വചനത്തെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്കിതേ ആവശ്യമുള്ളൂ, ഞാനിതേ വായിക്കുള്ളൂ. അങ്ങനെ വന്നപ്പോൾ എന്താ, കർത്താവിന് നിന്നിൽ രക്ഷകനും നാഥനുമായിട്ട് അവതരിക്കാൻ പറ്റുന്നില്ല. അത് കാരണം നമ്മൾ ഇതുപോലെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിപാടിൻ്റെ ഗ്രന്ഥത്തെ സ്വീകരിക്കുന്ന മനോഭാവം അനുസരിച്ചാണ് ദൈവം നമ്മെ സ്വീകരിക്കുകയുള്ളൂ. ദൈവം നമ്മളെ സ്വീകരിക്കുന്നത്, നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്ന തലമനുസരിച്ചാണ് ദൈവം നമ്മളെ സ്വീകരിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്നത് ഏത് രീതിയിലാണ്? നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്ന രീതിയിൽ എൻ്റെ എന്തെങ്കിലും ഒരു ആത്മീയ ലക്ഷ്യത്തെക്കാൾ ഉപരി എൻ്റെ എന്തെങ്കിലും ഒരു ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ദൈവത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവും എന്നെ ക്രൂശിക്കാൻ വേണ്ടി മാത്രം സ്വീകരിച്ച ഞാൻ എന്ത് ചെയ്യും? ഈശോ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന സഹനത്തിലേക്ക് മാത്രമായിട്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് കർത്താവിനോട് പരാതിപ്പെടാൻ പറ്റില്ല. കാരണം ഞാനും ദൈവത്തെ സ്വീകരിച്ചതിൻ്റെ ആവശ്യങ്ങളിലേക്ക് മാത്രമായിട്ടാണ്. ഞാനിതുവരെ ദൈവത്തോട് ആരാധിച്ചിട്ടില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. കാരണം എനിക്ക് ആവശ്യങ്ങൾ നിരവധിയുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്തതുണ്ട്, അത് കഴിഞ്ഞ് അടുത്തതുണ്ട്. ആവശ്യങ്ങളുടെ വലിയ പട്ടികയുള്ളതുകൊണ്ട് എനിക്ക് ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് തീരുന്നില്ല. ഇതിനിടയിൽ എവിടെ ആരാധിക്കാനാണ്? ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? തിരിച്ചേൽപ്പിക്കേണ്ടതാണ് ആത്മാവിനെ.
പുത്രൻ പോലും അപ്പൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചു. പിന്നാണോ നമ്മൾ? തിരിച്ചേൽപ്പിക്കണം പ്രിയപ്പെട്ടവരെ. നൽകപ്പെട്ടതിനേക്കാൾ അഭിഷേകം നിറച്ച് തിരിച്ചേൽപ്പിക്കണം. നൽകപ്പെട്ടപ്പോൾ തലമുറ വഴിയുള്ള എന്തെങ്കിലും കെട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം അഴിച്ചു മാറ്റി അഭിഷേകം നിറച്ച ആത്മാവിനെ തിരിച്ചേൽപ്പിക്കണം. എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ ഒന്നിനും കുറവില്ലാതെയാണ് കടന്നു വന്നത്. പക്ഷെ ഞാനതിന് കുറവ് വരുത്തി വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവാകുമ്പോൾ നമുക്കറിയാം 9 മാസം അമ്മയോടൊത്ത് സ്പെൻഡ് ചെയ്യണം ഈ കുഞ്ഞിന്. 9 മാസം ഈ കുഞ്ഞ് അമ്മയോടൊത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞിന് 9 തരത്തിലുള്ള സംരക്ഷണം ദൈവം ഒരുക്കുന്നുണ്ട്. അതാണ് നവവൃന്ദം മാലാഖമാരുടെ സംരക്ഷണം. ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ ഫോമായ ആദ്യത്തെ മാസം ഈ അമ്മ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് 1-ാമത്തെ വൃന്ദം മാലാഖമാരോട് പ്രാർത്ഥിക്കണം. 2-ാമത്തെ മാസം 2-ാമത്തെ വൃന്ദം മാലാഖമാരോട് പ്രാർത്ഥിക്കണം. അങ്ങനെ 9 വൃന്ദം മാലാഖമാരോട് 9 മാസം കൊണ്ട് ഈ അമ്മ ഈ കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. ഈ കുഞ്ഞ് പുറത്തു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, 9 സ്ഥലത്താണ് കർത്താവ് പൈശാചിക പീഡകളെ ബന്ധിച്ച് പുറത്താക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ 9 തരത്തിലുള്ള സഹനങ്ങളാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗം നമുക്ക് 9 വൃന്ദം മാലാഖമാരെ തന്നിരിക്കുന്നത്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ 9 തരത്തിൽ പൈശാചികത കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 9 തരത്തിലുള്ള വ്യക്തി ജീവിതത്തിൽ വരാനുള്ള പ്രലോഭനങ്ങൾക്കെതിരെ ദൈവമായ കർത്താവ് നമുക്ക് 9 വൃന്ദം മാലാഖമാരെ തന്നിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ഈ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുഴുവൻ ഈ അമ്മ ഈ കുഞ്ഞിന് വേണ്ടി ഓരോ മാസം ഓരോ വൃന്ദത്തിന് സമർപ്പിച്ച ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ചൊരുക്കുക എന്നുള്ളത് അമ്മയുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ അമ്മ ഓരോ മാസവും അതിന് വാക്സിനേഷൻ മാത്രമേ കൊടുത്തുള്ളൂ. സ്പിരിച്വൽ വാക്സിനേഷൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള രക്തം കൊടുത്തിട്ടില്ല. പോളിയോ വരാതിരിക്കാനും മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള വാക്സിനേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു സ്ത്രീ ഇതുപോലെ കൺസീവ് ആയപ്പോൾ അവളെന്നെ വിളിച്ചു. ആ കുഞ്ഞിനിപ്പോൾ വയസ്സായി, അത് എനിക്ക് 4-5 വയസ്സായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൊറോണയുടെ ആ സമയത്ത് എപ്പോഴാണോ അതിന് മുന്നേ ആണോ ഞാൻ ഓർക്കുന്നില്ല. എന്നോട് പറഞ്ഞു, ബ്രദറെ, അപ്പോൾ 7-8 വർഷം കഴിഞ്ഞാണ് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തത്. ഈ സ്ത്രീക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ട് ഈ സ്ത്രീയുടെ അമ്മയുടെ അനിയത്തി വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന പേരുള്ള ഒരു സ്ത്രീ ഈശോ കാണിക്കുന്നു, അവർക്ക് ഈശോ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അത് എൻ്റെ ചേച്ചിയുടെ മകളാണ്, അവൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് എന്നെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. അവൾ എന്നെ വിളിച്ചു. ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചു. ഫോണിലൂടെ പ്രാർത്ഥിച്ച അവൾക്ക് പിറ്റേ മാസം അവൾ കൺസീവായി. അവൾ എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യണം, എങ്ങനെ, എവിടെ കാണിക്കണം, ഏത് ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന സ്ഥലത്ത് പോകാൻ പറഞ്ഞു. അവിടെ പോയി. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമാണ്. അവൾ വന്നിട്ട് ആ ഹോസ്പിറ്റലിൽ അവിടെ പോയി അവിടെ ഒരു വീട് റെൻറ്റിനെടുത്ത് അവിടെ താമസിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ ആ കുഞ്ഞിനവൾ ജന്മം കൊടുത്തു. ജന്മം കൊടുക്കുന്ന ഈ 9 മാസം ഓരോ മാസം ഇവിടെ എന്നെ വിളിച്ചിട്ട് പറയും എന്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 9 വൃന്ദം മാലാഖമാരുടെ പ്രയർ ഈശോ എഴുതി തന്നൊരു ചിട്ട അനുസരിച്ച് ഈ പ്രയർ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഓരോ മാസമുള്ള ഓരോ പ്രയർ ഓരോ മാസം വയറിൽ കുരിശ് വരച്ച് ഈ പ്രാർത്ഥന ഈ കുഞ്ഞിന് വേണ്ടി ചൊല്ലാൻ തുടങ്ങി. ഈ കുഞ്ഞിന് വേണ്ടി ഒരു തരത്തിലുള്ള ഒരു അസ്വസ്ഥതയും ഇല്ലാതെ ആ കുഞ്ഞിനവൾ സുഖപ്രസവത്തിലൂടെ ആ കുഞ്ഞ് പുറത്ത് വന്നു. ഇന്ന് ആ കുഞ്ഞിന് 4-5-6 വയസ്സ്, എനിക്കറിയില്ല, മറന്നുപോയി അതിൻ്റെ കാര്യം. അത്ര വർഷമായി ഞാൻ ഓർക്കുന്നില്ല. അത് ബേബി ബോയ് ആണ്, ആൺകുട്ടിയായിരുന്നു. ആ കുഞ്ഞിന്നും അവൾ പറയാണ്, എല്ലാ മഴയത്തും മഞ്ഞത്തും വെയിലത്തും എല്ലായിടത്തും അതിനെ വിടും. എന്തഴുക്കിൽ പോയാലും ബ്രദർ, ഇന്നു വരെ 1 രൂപയുടെ ഒരു മെഡിസിനും ഞാൻ മേടിച്ചിട്ടുള്ള കുഞ്ഞിന് വേണ്ടിയിട്ട്. പരിശുദ്ധ കുർബാനയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ മോനാ. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ ഒരുമിച്ചിരുത്തുന്നത് എൻ്റെ മോനാ. കാരണം എന്താണെന്നറിയോ? 9 വൃന്ദം കുഞ്ഞിനെ 9 തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെപ്പോഴും പ്രൊട്ടക്ഷൻ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ 9 തരത്തിലുള്ള പ്രൊട്ടക്ഷൻ എടുത്ത് പ്രാർത്ഥിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവവൃന്ദം. പിന്നീട് നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ശരീരത്തിൽ 9 അമ്പുകൾ തറച്ചിട്ടുണ്ട്. അതിനെ ധ്യാനിക്കണം. ആ വിശുദ്ധനെ മാധ്യസ്ഥം ധ്യാനിക്കുമ്പോൾ ആ 9
അമ്പുകൾ നമ്മുടെ ഭവനത്തിൻ്റെ 9 ദിക്കുകളിൽ നമ്മൾ നാട്ടി പ്രാർത്ഥിക്കണം. സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം എടുത്ത് പ്രാർത്ഥിക്കണം. ഇങ്ങനെ നമ്മൾക്ക് ധ്യാന വിഷയവും പ്രാർത്ഥന വിഷയവും സംരക്ഷണ വിഷയവുമാക്കാൻ പറ്റുന്ന ഒത്തിരി വിശുദ്ധരെ സഭ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അവരെ ധ്യാനിക്കുകയും അവരുടെ ദിവസങ്ങളെ നമ്മൾ ആചരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ അത് ലഭിക്കില്ല. ഒരാശ്വാസം കിട്ടുമായിരിക്കും പ്രാർത്ഥിച്ചു എന്നുള്ള. പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറയുന്നു, സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും? ഒന്നും കൊടുക്കാനില്ല ദൈവത്തിന്. തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കാൻ എന്താ ഉള്ളത്? ഈശോ തന്നതല്ലേ എല്ലാം. തിരിച്ചെന്ത് കൊടുക്കാനുണ്ട്? എനിക്ക് മാതാപിതാക്കളെ തന്നതും ഈ ലോകം എനിക്ക് തന്നതും ഈ വീട്, ഈ കാറ്, ഈ വസ്തുവകൾ, ഈ ബംഗ്ലാവ്, ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇതെല്ലാം എന്നോട് കൂടെയുള്ളതെല്ലാം എനിക്ക് തന്നത് ആരാ? എൻ്റെ കർത്താവല്ലേ. ഞാൻ വല്ലതും അധ്വാനിച്ചോ, ഞാൻ വല്ലതും നേടിയോ? ഒന്നുമില്ല. അവനോട് കൂടെ നടന്നപ്പോൾ അവൻ എനിക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ഓൺ ചെയ്തു തന്നു. എൻ്റെ ഓരോ പ്രായത്തിൻ്റെ സമയത്തും അവൻ ഓരോന്നോരോന്നായിട്ട്, ഒരു പ്രായം എത്തിയപ്പോൾ ഭാര്യ, ഒരു പ്രായം എത്തിയപ്പോൾ മക്കൾ, ഒരു പ്രായം എത്തിയപ്പോൾ പേരക്കുഞ്ഞുങ്ങൾ, ഒരു പ്രായം എത്തിയപ്പോൾ മരുമക്കൾ, ഇങ്ങനെ ഓരോന്നോരോന്ന് എനിക്ക് ആഡ് ഓൺ ചെയ്തു തന്നതാരാ? സ്വർഗമല്ലേ. ഞാൻ തിരിച്ചെന്താ കൊടുത്തിരിക്കുന്നവന്? ആരാധനകൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അവസാനം എന്തു കൊടുക്കാനുണ്ട്? നമ്മുടെ ആത്മാവിനെയല്ലേ തിരിച്ചേൽപ്പിക്കാനുള്ളൂ. പക്ഷേ മറ്റൊന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അതാണ് അനേകം ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്ന ശുശ്രൂഷ ജീവിതം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം ആത്മാക്കളെ എൻ്റെ പ്രാർത്ഥന വഴി എൻ്റെ ദൈവത്തിന് നേടിക്കൊടുത്താൽ, പ്രിയപ്പെട്ട ദൈവജനം, ഈ വചനത്തിൻ്റെ പൂർത്തീകരണമാകുന്നത്. അതിന് മേലെ കൊടുക്കാനായിട്ട്, എൻ്റെ ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതിൻ്റെ വിളിക്കുന്ന പേരാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. അതാണ് ആദ്യമേ ഈശോ പറഞ്ഞത്, എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ ആരെങ്കിലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് നേടിയെടുക്കും. സ്വന്തം ജീവൻ നേടിയെടുക്കാൻ പറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആത്മാവും ജീവനും, പ്രിയപ്പെട്ട ദൈവജനമേ, അത് സുവിശേഷമാണ്. ഈ സുവിശേഷത്തെയാണ് നമ്മൾ കാറ്റഗറി വൈസിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സുവിശേഷത്തെയാണ് മുറിച്ചു മാറ്റി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതു വായിച്ചാലും അത് മുഴുവൻ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവും ജീവനുമാണ് മുഴുവൻ വചനവും. അതിനൊരു തരത്തിലും നമ്മൾക്ക് മുറിച്ചു മാറ്റാൻ പറ്റില്ല. ഇതുമാത്രമായി പ്രാർത്ഥിക്കാനും പറ്റില്ല. മുഴുവനും ആത്മാവും ജീവനും തന്നെയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിന്നിലേക്ക് പുറപ്പെടുന്ന അഭിഷേകം ഒരേ അഭിഷേകം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ബോധ്യം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും ബൈബിൾ എടുത്ത് തുറന്നു വായിക്കാം, അത്രയേ ഉള്ളൂ. ആ ബുദ്ധിമുട്ടിനനുസരിച്ചുള്ള വചനങ്ങൾ തേടി പോകരുത്. ആ ബുദ്ധിമുട്ടിനനുസരിച്ചുള്ള വചനങ്ങളും അവസ്ഥകളും തേടി പോകരുത്. എടുത്തു വായിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. എടുത്തു വായിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നീ എടുത്ത് വായിക്കുക. നീ എടുത്ത് വായിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. അതിനകത്തെല്ലാം ഉണ്ട്. നിൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം അതിനകത്ത് ഉണ്ട്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ത്യാശയോടെ ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ ഈ സമയം ഈ ദൈവജനത്തെ അവിടെ നിന്ന് നിറയ്ക്കണമേ. ഭരിക്കുന്ന അസ്വസ്ഥതയുടെ കെട്ടുകളെ നീ അഴിക്കണമേ. സാത്താൻ്റെ ആധിപത്യങ്ങൾ ഈശോയെ നിൻ്റെ നാമത്തിൽ ഇവരിൽ നിന്ന് മുട്ടും മടക്കട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം ഇവരുടെ മേൽ നിറയട്ടെ. ഈ സമയം ഘോഷിക്കപ്പെടുന്ന ആത്മാവും ജീവനുമായ നിൻ്റെ വചനം ഇവരിൽ മാംസം ധരിക്കട്ടെ. കർത്താവ്, ഇത് സ്വീകരിക്കുന്ന മക്കളിൽ അത് 100 മേനി വിളവ് കൊയ്യട്ടെ. ആഗ്രഹത്തോടെ നിന്നെ അനുഗമിക്കാനുള്ള വലിയ കൃപ നിൻ്റെ ദൈവജനത്തിന് നീ കൊടുക്കണമെന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഇരുന്നുകൊണ്ട് നിന്ന് സ്തുതിക്കട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ. എല്ലാ ഉദാം ഷിഖുബ സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്തുതിച്ചേ. അഭിഷേകത്തോടെ സ്വരത്തിൽ സ്തുതിച്ചേ. ആരാധന. സ്തുതിക്കുന്നു. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. സകലമുട്ടും മടങ്ങട്ടെ. യേശു കർത്താവെന്ന നാമത്തിന് മുൻപിൽ സകലമുട്ടും മടങ്ങട്ടെ. യേശു നാമത്തിൽ കെട്ടുകൾ വിട്ടു മാറട്ടെ. ചങ്ങലകൾ അഴിയട്ടെ. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ വിട്ടു മാറട്ടെ. പൈശാചികത്തിൻ്റെ കെട്ടുകൾ വിട്ടു മാറട്ടെ. അലസതയുടെ കെട്ടുകൾ, ക്ഷീണത്തിൻ്റെ കെട്ടുകൾ, മടിയുടെ കെട്ടുകൾ, തളർച്ചയുടെ കെട്ടുകൾ വിട്ടു
വിട്ടുമാറട്ടെ യേശുനാമത്തിൽ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ശുവേ ആരാധന, സ്തുതി, സ്തുതി, മഹത്വം, മഹത്വം. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. റിയം താം ഷംലൈ ഉത്തി കീറുക. ശിവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, സ്തുതി, സ്തുതി, മഹത്വം, മഹത്വം, മഹത്വം. ഒത്തിരി മക്കൾക്ക് വചനത്തിൻ്റെ ഉൾസന്ദേശം ഈശോ അതിനുള്ള കൃപ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ ഉൾസന്ദേശം ഗ്രഹിക്കാനുള്ള കൃപ ഒത്തിരി മക്കളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ, ആഗ്രഹിച്ച് ഉണർവോടെ ഇരുന്ന് പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? പ്രിയമുള്ളവരെ, നമ്മൾ നേടിയെടുത്തതെല്ലാം ലോകം മുഴുവനും ഉള്ളതാണ്. ലോകം മുഴുവനും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. നേടിയെടുത്ത് നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ വെയിറ്റ് കൊണ്ട് താഴെ തന്നെ കിടക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മുടെ പേരിൽ ഒന്നും ഉണ്ടാവരുത്. എല്ലാം നമ്മൾ വീതിച്ച് മക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് തീർത്തിട്ടുണ്ടാവണം. ഒന്നും ഉണ്ടാവരുത്. ഫ്രീ ആയിട്ട് പറക്കാൻ പറ്റും. മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഉൾപ്പെടെ ഒന്നും നിങ്ങളുടേതായിട്ട് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകരുത്. ഒരു 60 കഴിയുമ്പോൾ തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മാറി എല്ലാ സ്വത്തുകളും ഷെയർ ചെയ്ത് ആർക്കെങ്കിലും കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്ത് നിങ്ങൾ ഫ്രീ ആവണം. 60 കഴിഞ്ഞാൽ 60 മുതൽ അങ്ങോട്ട് നിങ്ങളെ ഒരുക്കി പ്രാർത്ഥിക്കണം. ആത്മാക്കളെ നേടാൻ പറ്റുമെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. നിങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ നിങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് മരിക്കാനുള്ള ഒരുക്കത്തിന് വേണ്ടി ഈ ആത്മാവിൻ്റെ വെയിറ്റ് കുറക്കണം നമ്മൾ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളത് വാതിലിടുങ്ങിയതാണ്. ഇത്രയും വലിയ സമ്പത്തും കൂടെ അതിനിടയിൽ കൂടെ അങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്ലിം ആവണം. നമ്മുടെ എന്താ പറയുക, സമ്പത്തിൽ ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരു രീതിയുണ്ട്. ഒരുപാട് സമ്പത്ത് എടുക്കുമ്പോൾ കുറച്ച് ആ സമ്പത്തിൻ്റെ മേലൊരു ഫാസ്റ്റിംഗ് നമ്മൾ പ്രഖ്യാപിക്കണം. സമ്പത്തിൻ്റെ മേലൊരു ഫാസ്റ്റിംഗ് ഉള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സമ്പത്ത് പെരുകി നമ്മളിങ്ങനെ വീർത്ത് നമ്മുടെ ആത്മാവ് ഇങ്ങനെ നിൽക്കും. സ്വർഗ കവാടമാണെങ്കിൽ തീരെ നേരിയതുമാണ്. അതിനകത്തൂടെ നമ്മുടെ ആത്മാവിന് പോകാൻ പറ്റില്ല. ഇത് പൊങ്ങിപ്പോവണ്ടേ? ആത്മാവ് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെടണ്ടേ? വെയ്റ്റ്ലെസ് ആണെങ്കിലല്ലേ പറ്റുള്ളൂ. ഒത്തിരി കയറ്റി എടുത്ത് വെച്ച് ഇതിനകത്ത് ഉള്ളിൽ വെക്കല്ലേ പ്രിയപ്പെട്ടവരെ. വിട്ടുകൊടുക്കേണ്ടതെല്ലാം മക്കൾക്കോ അനാഥാലയങ്ങൾക്കോ ആർക്കെങ്കിലൊക്കെ വിട്ടുകൊടുക്കുക. എഴുതി കൊടുക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്ത് തീർത്ത് വെച്ചേക്കുക. ഫ്രീ ആവണം. നമ്മൾ ഫുൾ ഫ്രീ ആവണം. എങ്ങാനും 60 കഴിഞ്ഞ് എത്തുപോയാലും ഒന്നിൻ്റെയും പേരിൽ ഒരാധാരത്തിലും നിൻ്റെ പേരുണ്ടാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിലും നമ്മുടെ പേരുണ്ടാവരുത്. സ്വർഗത്തിൽ എഴുതപ്പെട്ട പേരാ. ഭൂമിയിൽ എവിടെയും എഴുതി വെക്കാൻ സമ്മതിക്കരുത്. ഒരു സ്ഥലത്തും ലോക്കായി കിടക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ഒരിടത്തും അത് ലോക്കാവരുത്. ഒരിടത്തും അത് ലോക്കാവാൻ പാടില്ല. ഒരിടത്തും. സ്വർഗത്തിലാണ് അത് എഴുതി ചേർക്കപ്പെടേണ്ടത്, ഭൂമിയിലല്ല. സ്വർഗത്തിൽ മാത്രം, സ്വർഗത്തിൽ മാത്രം. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ലോകത്തോടും അതിൻ്റെ ആവശ്യങ്ങളോടും നമുക്കൊരു വിരക്തി ദൈവം തരും. ഈ ലോകത്തോടും അതിൻ്റെ ആഗ്രഹങ്ങളോടുമുള്ളൊരു വിരക്തി സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ആ വിരക്തി സ്വീകരിക്കണം. നമ്മൾ എല്ലാം വെട്ടിപ്പിടിക്കരുത്, എല്ലാം ഏറ്റെടുക്കരുത്. ആവശ്യത്തിനേ പാടൂ. അനാവശ്യത്തിലേക്കായിട്ടുള്ളതൊന്നും പാടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നത് ആ സ്വർഗരാജ്യം അവരുടേതാണ്. ആരുടേത്? ആത്മാവിൽ ഒന്നും ഉണ്ടാകരുത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആത്മാവിൽ ഞാൻ ചത്തു കഴിയുമ്പോൾ ഇതെന്തായിരിക്കും എന്നുള്ള ചിന്തയുണ്ട്. ഞാൻ ചത്തു കഴിഞ്ഞ മകൻ്റെ സ്ഥിതി, മകളുടെ സ്ഥിതി എന്താകും എന്നുള്ള ചിന്തയുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വത്തൊക്കെ അന്യം നിന്ന് പോകുമെന്നുള്ള സ്ഥിതിയുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതെങ്ങനെയാകും എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. ഇങ്ങനെ നമ്മുടെ ആത്മാവ് ലോക്ക് ചെയ്ത് കിടക്കുക. ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു എംറ്റി ആയിട്ടുള്ള അവസ്ഥയാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. ആത്മാവിൽ ഒന്നും ഉണ്ടാവരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ പറ്റില്ല. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പോവില്ല. കെട്ടപ്പെട്ട് കിടക്കും. ഒരിടത്തും പോവില്ല. അതിങ്ങനെ കിടക്കും. ആ ആത്മാവിനെ തപ്പി വേറെ എങ്ങും പോകണ്ട. എവിടെയാണോ കെട്ടിയിട്ടേക്കണമെന്നുള്ള നമുക്കറിയാൻ പറ്റും പ്രിയപ്പെട്ടവരെ. എങ്ങും പോവേണ്ടി വരില്ല. ഇവിടെ തന്നെ നമ്മളിങ്ങനെ നിൽക്കുന്ന അവസ്ഥ. ആത്മാവ് എൻ്റെ സ്വത്തിൻ്റെ മീതയിലാണ്. എൻ്റെ സ്വത്തിൻ്റെ മീതയിലാണ്. എൻ്റെ മക്കളെ കുറിച്ചുള്ള ആകുലതയായിട്ട് എൻ്റെ ആത്മാവ് കൂടിയുള്ളുക. കാരണം എൻ്റെ മക്കളില്ല.
പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആത്മാവിൽ ദാരിദ്ര്യമുണ്ടാകണം. ആത്മാവിൽ സമ്പത്തുള്ളിടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല. ആത്മാവിൽ സമ്പത്തുണ്ടാകരുത്, ഫുൾ എംപ്റ്റി ആവണം, കംപ്ലീറ്റ് വറ്റണം. നമ്മൾ ഇപ്പോഴല്ല, ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും നമ്മളൊരു വിരമിക്കലെടുക്കണം, ഫാസ്റ്റിങ് എടുക്കണം. എല്ലാത്തിൽ നിന്നും 3 നേരം കഴിക്കുന്നത് 1 നേരമാക്കി ചുരുക്കുന്നത് ഫാസ്റ്റിംഗായിട്ട് നമുക്കറിയാം. ഇത് തന്നെ എല്ലാത്തിലും വെട്ടിപ്പിടിക്കുന്നതിൻ്റെ തലത്തിലും ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണ്. അവസാനം എല്ലാം നമ്മൾ വെച്ചൊഴിഞ്ഞ് ആത്മാവിനെ ദൈവത്തിന് വേണ്ടി, ആത്മാക്കളെ നേടാൻ വേണ്ടി, സ്പിരിച്വൽ ലൈഫിന് വേണ്ടിയിട്ട് ആത്മാവിനെ ഒരുക്കി നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, പിതാവെ അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ, ആ ഒരു തലത്തിലേക്ക് ഉയരാൻ, നമ്മുടെ ചിന്തകളും നമ്മുടെ ആ ഒരു എന്താ പറയുക ആത്മീയ സ്ഥിതി ഉയരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. നമ്മളെപ്പറ്റി കർത്താവ് ലജ്ജിക്കുന്നത് എപ്പോഴാണ്? വചനത്തെപ്പറ്റി നമ്മൾ ലജ്ജിക്കുമ്പോഴാണ്. വചനത്തെപ്പറ്റി നമ്മൾ ലജ്ജിക്കുന്നു എന്ന് ക്രിസ്തു പറയാൻ കാരണം എന്താ? വചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വചനം കേൾക്കുമ്പോൾ ഉറങ്ങാൻ കാരണം എന്താ? വചനത്തെപ്പറ്റി നമ്മൾ ലജ്ജയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈശോ പറഞ്ഞിരിക്കുന്നത് എന്താ? വാനമേഘങ്ങളിൽ ഞാൻ എഴുന്നള്ളി വരുമ്പോൾ ആ വ്യക്തിയെപ്പറ്റി ഞാനും ലജ്ജിക്കും. നമ്മൾ വചനത്തെ ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമൈസ് ചെയ്താണ് വചനം വായിക്കുന്നത്. വചനം നമ്മൾ വായിക്കുന്ന രീതിയിൽ പോലും എന്തെങ്കിലും മുതലെടുപ്പാണ് നമ്മൾ അതിൽ നിന്ന് നോക്കുന്നത്. യഥാർത്ഥത്തിൽ വചനം എന്ന് പറയുന്നത് ആത്മാവും ജീവനുമായിരുന്നിട്ട് പോലും വചനത്തെ നമ്മൾ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ വചനം വായിച്ചാൽ എനിക്ക് ഇത് കിട്ടും. ഇങ്ങനെ നമ്മൾ വചനത്തെ ആത്മീയതയിലല്ല നമ്മൾ മുതലെടുക്കുന്നത്, ഭൗതികതയിലേക്ക് വചനത്തെ നമ്മൾ ചൂഷണം ചെയ്യുന്ന രീതിയിൽ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ കാലഘട്ടം തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ, വചനം അവരിൽ ആഴത്തിൽ വേരൂന്നുന്നില്ല. വചനം പഠിക്കാൻ പറ്റാത്തതിന് കാരണം അതാ. വചനത്തെ മുതലെടുക്കുന്ന ഒരു വ്യക്തിക്കും വചനത്തെ പഠിക്കാൻ പറ്റില്ല. അവരുടെ മനസ്സിലും ആത്മാവിലും ഹൃദയത്തിലും ഒരിക്കലും വചനം സംഗ്രഹിക്കാൻ പറ്റുകയുമില്ല. കാരണം വചനം അവരെ സംബന്ധിച്ച് എന്നും ചൂഷണം ചെയ്യാനുള്ളൊരു ഇൻസ്ട്രുമെൻ്റായിട്ടാണ് വചനത്തെയും വചനപ്രഘോഷകരെയും അവർ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനപ്രഘോഷകരെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ കൃപയുടെ തലമനുസരിച്ച. വചനത്തെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ ആവശ്യത്തിൻ്റെ തലമനുസരിച്ചാണ്. ഇത് രണ്ടുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എല്ലാത്തിലും എനിക്കെന്ത് കിട്ടുമെന്നുള്ള ചിന്തയിലാണ് ദൈവത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. പ്രിയമുള്ള ദൈവജനമേ, അതൊരിക്കലും ദൈവീകമല്ല, പൈശാചികമാണ്. വചനത്തെ കീറിമുറിക്കരുത്. വചനത്തെ നിങ്ങൾ ഒരു തരത്തിലും വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ വചനം ഒരു പോർഷൻ എടുത്താണ് ഞാൻ ആ പോർഷൻ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ആ ഒരു പോർഷൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമേ ഞാൻ തരുള്ളൂ, എത്ര മണിക്കൂറാണെങ്കിലും. അതിനപ്പുറത്തേക്ക് കുറേ വചനം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ പോകണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ 4 കവലയിൽ ചെന്നുപെട്ട അവസ്ഥയിൽ ഞാൻ വചനം പറയാറില്ല. 4 കവലയിൽ ബ്രദർ ആ വചനം പറഞ്ഞു, ഈ വചനം പറഞ്ഞു, മറ്റേ വചനം പറഞ്ഞു, അത് വേണ്ട, എടുത്ത പാരഗ്രാഫ്, എടുത്ത വചനം കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച രീതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പോർഷൻ ഇനി വായിച്ചാൽ ഇതിനെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് ഈശോ നിങ്ങളോട് പറയുന്നു, നിങ്ങളിതുപോലെ തന്നെ ഒരു വചനം എടുത്തു വെച്ചിട്ട് അത് ആഴത്തിൽ ധ്യാനിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ, മാംസം ധരിക്കാൻ നിങ്ങളെ ഹൃദയങ്ങളെ നിങ്ങൾ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.